കയറി വരുന്ന എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ വെക്കുന്നത്. എൻട്രൻസ് നേരെ കയറി കാരനായി നിൽക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം പോകുന്നതിന് ഒരു ഹൊറർ പോയിന്റിനകത്താണ്. ഇത് കാണുമ്പോൾ ഒരു ഹൊററിൻ്റെ ഒരു മൂഡില്ലേ. ഒരു കിടിലം പുൽക്കൂടുണ്ട്. പുൽക്കൂടെന്ന് പറയാൻ പറ്റും. ഒരു ഗ്രാമം മൊത്തം ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കിടിലം പുൽക്കൂട്. ഏകദേശം 2 ഏക്കറിനകത്ത് വരുന്ന വീടിനകത്തെ കാഴ്ചകൾ ഇതിൻ്റെ മുന്നിൽ രക്ഷയില്ല. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച പണി നടന്നുകൊണ്ടിരിക്കുന്നവർ നടന്ന സമയത്ത് നിന്ന് എടുത്ത കാഴ്ചകളാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിങ്കരയിൽ നിന്നും ഉദയംകുളങ്ങര 9 കിലോമീറ്റർ മാറി വരുന്ന അമ്പിലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അത് മാത്രമല്ല പാറശാലയിൽ നിന്ന് 4 കിലോമീറ്ററാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഉറപ്പായ ശേഷം കാഴ്ചകൾ കാണാം. പകുതി ആയതേ ഉള്ളൂ, പകുതി ആയിട്ടില്ല. അപ്പം അത് മാത്രമല്ല ഓരോ വീട്ടിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. കുതിര സവാരിയും സെൽഫി പോയിന്റും പിന്നെ പെറ്റ് ഷോയും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കിടിലം കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല കണ്ടായിരുന്നോ, ഓരോ വീട്ടിൻ്റെ സൈഡാണ് വ്യത്യസ്തമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ രീതിയിൽ പുൽക്കൂട് എങ്ങനെയാകുമോ ആ രീതിക്കാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കും. ഓരോ വീട്ടിനകത്തും വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെയും അന്നത്തെ ഗ്രാമത്തിൻ്റെ രീതിയിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ പുൽക്കൂട് എങ്ങനെയാകുമോ ഓരോ വീട്ടിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിരാശപ്പെട്ടില്ല. അത്ര കിടിലം കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. ഏറ്റവും ഒരു പുൽക്കൂടിലും കാണാത്ത പ്രത്യേകത ഹൊറർ ഷോ ഉണ്ട് ഇതിനകത്ത്. അതാണ് വേറെ. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം പണ്ടത്തെ രീതിയിലാണ് അവർ ഇവിടെ വാട്ടർ ഫ്ലോ ഒക്കെ വെച്ച് അങ്ങനെ ഒരു പുൽക്കൂടിൻ്റെ രീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പണിയും അവർ ഏകദേശം പകുതി ആയിട്ടേ ഉള്ളൂ. പണി നടന്നുകൊണ്ട് അവരൊരു മലയുടെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിങ്ങനെ ഏകദേശം വന്ന സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി എത്തിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പുൽക്കൂടുകൾ വെറൈറ്റിയാണ് കാണേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ പാസ് മുഖാന്തരം മാത്രമേ ഉള്ളൂ എൻട്രി. നമ്മളിപ്പോൾ ചെല്ലുന്നത് ഹൊറർ ഷോ നടക്കുന്ന ആ ഒരു ടെൻറ്റിലേക്കാണ് പോകുന്നത്. ഹൊറർ ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഹൊറർ ഷോ എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. എന്തായാലും 23-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നമ്മുടെ സ്വന്തം ML അപ്പോൾ ഇവിടെയാണ് വലിയൊരു വാട്ടർഫാൾസ് നടക്കാൻ പോകുന്ന സ്ഥലം. നമുക്ക് ഹൊറർ ഷോ ഇതാണ് ഹൊറർ ഷോ നടക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേജ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഹൊററിൻ്റെ ഒരു മൂഡില്ലേ, പെട്ടെന്ന് എന്തൊരു ഗുഹയ്ക്കകത്ത് കയറുന്ന ഫീലില്ലേ. അപ്പോൾ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചയിൽ എൻ്റെ പൊന്നു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ അടുത്ത് പോകാൻ പോണത് വാട്ടർ ഷോ നടക്കുന്നതും പിന്നെ ഈ പെറ്റ് സ്ഥലമാണ്. ഈ സ്ഥലത്താണ് സെൽഫി പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹൊറർ ഷോയ്ക്ക് അകത്ത് ഇറങ്ങിയതിന് ശേഷം അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളത്തിൻ്റെ കുറേ വർക്കുകളൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കുന്ന നമുക്ക് കാഴ്ചകളൊക്കെ സത്യം പറഞ്ഞ് ലൈറ്റ് വരുമ്പോൾ സംഭവം സെറ്റാണ്. ഇവിടെയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്, തീർന്നിട്ടില്ല. അന്നത്തെ രീതിയിൽ പുൽക്കൂട് ഏത് ലെവലിലാണെന്ന് ഇവിടുത്തെ ഒരു കാഴ്ച കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതുവഴിയൊക്കെ കയറി പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ ഇവിടെ പണി നടന്നുകൊണ്ട് അത് മാത്രം ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ചക്കാരനായി നിൽക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം. രാത്രി ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. പക്ഷേ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒന്നും പണിയായിട്ടില്ല. ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ. പണി ഇനിയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാക്സിമം ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പറ്റും. 3-4 തട്ടിലാണ് വെള്ളം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൊന്നു മോനെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നെയ്യാറ്റിൻകരയിലുള്ള ഏറ്റവും വലിയൊരു പുൽക്കൂടാണ് നിൽക്കുന്നത്. കലാഗ്രാമം സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന അമ്പിലിക്കുളത്ത് നടത്തുന്ന ഒരു കിടിലം പുൽക്കൂടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ. പണി പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഉദയംകുളങ്ങര 9 കിലോമീറ്റർ മാറി വരുന്ന അമ്പിലിക്കുളം എന്ന സ്ഥലത്താണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ കുറേ നല്ലവരായ സുഹൃത്തുക്കളാണ് ഈ ഒരു പണി നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് പാസ് മുഖാന്തരം മാത്രമാണ് എൻട്രി നടത്തുന്നത്. പിന്നെ നമുക്ക് എന്താണെങ്കിലും കാഴ്ചകൾ കുറേ ഉണ്ട് കണ്ടു തീർക്കാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല കുതിര സവാരി ഉണ്ട്. കുതിര സവാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ കാണുന്ന വഴി കുതിരയെ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം 23-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നമ്മുടെ നെയ്യാറ്റിൻകര MLA അൻസിലിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഞാൻ കമൻറ്റ് കൊടുത്തിരിക്കും. അത് മാത്രമല്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്താ കാണുന്ന ലൈറ്റ് ഇടുന്ന വ്യൂ നിങ്ങളെ ഉറപ്പായിട്ട് നിരാശപ്പെടുത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഒരുക്കുന്നത് നമ്മുടെ സ്വന്തം കലാഗ്രാമം ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് അമ്പിലിക്കുളം. കുറച്ച് നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന ഈ മനോഹരമായ ഈ ഒരു പുൽക്കൂട് നിങ്ങളെ കാണിച്ചിരിക്കണം. അത് മാത്രമല്ല കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ. കാഴ്ചകൾ പോകുന്നതിന് ഒരു ഹൊറർ പോയിന്റിനകത്താണ്. 23-ാം തീയതി 5 മണിക്ക് നമ്മുടെ സ്വന്തം നെയ്യാറ്റിൻകര MLA ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു കിടില സ്ഥലം കാണാൻ മറക്കരുത്. കാഴ്ചകൾ ഏറെയുണ്ട്, കാണാൻ കാഴ്ചകളുമുണ്ട്.